ഈ വീടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം താമസിച്ചിരുന്ന ഹൈദരി മൻസിൽ. കാണുമ്പോഴൊക്കെ വലുപ്പമുണ്ടെങ്കിലും അതിൽ 2 മുറി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൽ 50 ആളും ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഗാന്ധിജിയെ മറന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ശോചിച്ച അവസ്ഥയിലാണ്. അവർ റിപ്പയർ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഭാഗ്യവശാൽ അവിടുത്തെ കെയർ ടേക്കർ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റി. പക്ഷേ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചർക്ക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചിരുന്ന കട്ടിൽ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വെറുതെ അവിടെ വാരിയിട്ടിരിക്കുകയാണ് ഈ ഷോധ്പൂർ ആശ്രമത്തിൽ. ഷോധ്പൂർ ആശ്രമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് 1939 ഗാന്ധിജിയും ബോസും നെഹ്റുവും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഒരു കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ബോസ് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. ഗാന്ധി 46 മുതൽ 48 വരെയുള്ള സമയങ്ങളിൽ നവഖലിയിലൂടെ സഞ്ചരിച്ച്, ബീഹാറിലൂടെ സഞ്ചരിച്ച്, രക്തം പുരണ്ട കൽക്കട്ടയിലും ഡൽഹിയിലും സഞ്ചരിച്ച് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാണവായു ആയിരിക്കണം. ഇന്ത്യയിൽ 500 കിലോമീറ്റർ എവിടെയെങ്കിലും ഏതെങ്കിലും ദിശയിൽ സഞ്ചരിച്ചാൽ വേഷം മാറും, ഭാഷ മാറും, ആരാധനാ രീതി മാറും, ഭക്ഷണ രീതി മാറും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഒന്നിച്ചധിവസിക്കുന്ന ഇടമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ജീവിതം സുസാധ്യമാകണമെങ്കിൽ മറ്റ് തരത്തിലുള്ള വ്യത്യസ്തതകൾ അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം. അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിലനിർത്താനാണ് ഗാന്ധി ഈ ചോര വീണ തെരുവുകളിലൂടെ ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത്, നിങ്ങൾ പരസ്പരം ഇങ്ങനെ കടിച്ചു കൊല്ലുന്നത് നിർത്തൂ എന്ന് നിരന്തരമായി കൊണ്ട് നടന്നത്. അത് അദ്ദേഹം നടത്തുന്നത് തൻ്റെ 79, 78, 79 വയസ്സിലാണെന്ന് കൂടി നാം ഓർമ്മ വയ്ക്കണം. മരിച്ചതിൻ്റെ പിറ്റേന്ന് ഗാന്ധി തൻ്റെ ആശ്രമത്തിലെത്തി. തന്നേക്കാളും സുന്ദരമായൊരു ഫോട്ടോ അവിടെ വെച്ചിരുന്നു. താൻ കേട്ടതിനേക്കാളും ഇമ്പമാർന്ന വൈഷ്ണവജനതോ അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. താൻ കാക്ഷിച്ചിരുന്നതിനേക്കാൾ വൃത്തി ആ മുറ്റത്തിനുണ്ടായിരുന്നു. ഗാന്ധി എന്ന ഓർമ്മയോട് തന്നോടെന്നതിലുമധികം ഭവ്യമായി ആളുകൾ പെരുമാറുന്നുണ്ടായിരുന്നു. തൻ്റെ മുഷിഞ്ഞ ഇടങ്ങളും പിടികിട്ടാത്ത സംശയങ്ങളും പിടിച്ചുലച്ച സങ്കടങ്ങളും തോൽവികളും എത്താത്ത ഇടങ്ങളും ആരോ നിർമ്മിച്ചെടുത്ത ആധിക്യത്തിൻ്റെ തൊലിക്കിടയിൽ ഇത്ര പെട്ടെന്ന് ഒതുങ്ങുന്നതായിരുന്നു എന്ന് ഒരു നിമിഷം അയാൾ ശങ്കിച്ചു. പിന്നെ തിരിച്ചുപോയി. മനുവിൻ്റെയോ ആഭയുടെയോ തോളുകളുടെ സഹായമില്ലാതെ. ഈ 80 കൊല്ലം കഴിഞ്ഞിട്ടും ഇവരുടെ എല്ലാ മനസ്സുകളിൽ ഗാന്ധി വളരെ ശക്തമായി തന്നെ ജീവിക്കുന്നു, തുടരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിലാണെങ്കിൽ ഗാന്ധി ജയന്തി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ് തന്നെ നടത്തുന്ന നിരവധി ആഘോഷങ്ങളുണ്ട്. അങ്ങനെ ആഘോഷങ്ങളോ ഔപചാരികമായ ഓർമ്മപ്പെടുത്തലുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഗാന്ധി ഇന്നും മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളത്. അവിടെ നവഖാലിയിൽ യാത്ര ചെയ്തപ്പോൾ ഗാന്ധിയുടെ യാത്രയുടെ ആ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ ആക്ച്വലി ബീഹാർ ലഹളയുടെ രേഖപ്പെടുത്തിയ ചരിത്രം, 46 ലഹളയുടെ രേഖപ്പെടുത്തിയ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. നവഖാലിയിൽ ആക്ച്വലി കൂടുതലെങ്കിലും രേഖകളുണ്ട്, ബീഹാറിൽ അത്രയുമില്ല. ബീഹാറിലെ CPIML ലിബറേഷൻ പാർട്ടിയുമായി ബന്ധപ്പെടുകയും അവരുടെ സഹായത്തോടെ പല ഗ്രാമങ്ങളിൽ പോവുകയും പല ആൾക്കാരോട് സംസാരിക്കാൻ കഴിയുകയും ചെയ്തു. ബീഹാറിൽ ഗാന്ധിജിയെ കണ്ട ആരും തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ വേറെ രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെയും കാണാനും സംസാരിക്കാനും കഴിഞ്ഞു. പിന്നെ ഈ നാഷണൽ ഗാന്ധി മ്യൂസിയത്തിൻ്റെയും മറ്റും ഡയറക്ടർമാരും അങ്ങനെ പലരുമായിട്ട് സംസാരിച്ചു. ഈ പ്രദർശനത്തിൽ പ്രധാനമായും ഞങ്ങൾ ഈ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ എടുത്തിട്ടുള്ള പുതിയ ഫോട്ടോഗ്രാഫുകളും അതുപോലെ തന്നെ ഗാന്ധിയുടെ സഞ്ചാരത്തിലെ ആർക്കൈവൽ ഫോട്ടോസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗാന്ധിയെ നേരിട്ട് കണ്ട മനുഷ്യരെ ഞങ്ങൾ നവഖലിയിലും മറ്റും കാണുകയുണ്ടായി. അവർക്കിപ്പോൾ 90-95 വയസ്സൊക്കെയുള്ള മനുഷ്യരാണ്. അവർ തങ്ങളുടെ 5-6 വയസ്സിലാണ് ഗാന്ധിയെ കണ്ടിട്ടുള്ളത്.
അപ്പം അത്തരം മനുഷ്യരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങൾ നടത്താൻ സാധിച്ചു. അതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവിത ഒരു പ്രധാനപ്പെട്ട ഭാഗമായി. കവിതയെ സാധാരണ നമ്മൾ വായിക്കുന്ന ഒന്നായിട്ടാണ് അല്ലെങ്കിൽ വായനാ സാമഗ്രിയായിട്ടാണ് കരുതുന്നത്. അതിനെ ഒരു ബിംബരൂപത്തിൽ, ഇമേജ് എന്നുള്ള അർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഈ പ്രദർശനത്തിൽ ഒരു കലാപ്രദർശനമാണ്. അതിനൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അതിന് സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ന് കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയം ഭരണഘടനയിൽ നിന്നേ എടുത്തു മാറ്റണം എന്ന് പറയുന്ന ഒരു ഭരണകക്ഷിയുടെ കീഴിലാണ് ഇന്ന് നമ്മളൊക്കെ പൗരജീവിതം നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന മനുഷ്യർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, യാതൊരു തരത്തിലുള്ള സമര പോരാട്ടങ്ങളിലും പങ്കെടുക്കാത്ത മനുഷ്യരാണ്. മാത്രമല്ല, അത്തരം മനുഷ്യരെ, ഈ സമരത്തിൽ പങ്കെടുത്ത ഗാന്ധി പോലുള്ള മനുഷ്യരെ ഉന്മൂലനം ചെയ്തിട്ടുള്ള ശക്തികൾ കൂടിയാണ്. അപ്പോൾ അത്തരം ശക്തികളാണെന്ന് ദേശീയതയെക്കുറിച്ചും അല്ലെങ്കിൽ രാജ്യ സ്നേഹത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൈരുദ്ധ്യം ബോധ്യപ്പെടാൻ ഈ പ്രദർശനം വലിയ തരത്തിൽ സഹായിക്കും എന്നാണ് എൻ്റെ ഈ പറയുന്ന ഈ പ്രദർശനത്തിൻ്റെ ഒരു പങ്കാളി എന്ന നിലയിൽ എൻ്റെ ഒരു എളിയ നിഗമനം. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാം. ഈ പറഞ്ഞ ലഹള നടന്ന ബീഹാറിൽ ഈ സ്ഥലങ്ങൾ, ജഹാനാബാദ് ജില്ലയിൽ സുൽഫിപ്പൂർ, മുഹമ്മദ്പൂർ എന്നൊക്കെ പേരുണ്ടാവും. ഒരു മുസ്ലിമും ഉണ്ടാവില്ല. കാരണം അവരെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി ഈ ലഹള കാരണം. ഈ സത്യാനന്തര കാലത്ത്, സത്യാനന്തരം മാത്രമല്ല ജനാധിപത്യാനന്തര കാലത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ കാലത്ത് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന, ഇൻക്ലൂസീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തിന് ഇനിയും നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ച് നോക്കേണ്ട ഒരു ബിംബം എന്ന രീതിയിലാണ് നമ്മൾ ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജിയെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം, എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷെ ആ വർഗീയതയ്ക്കെതിരുള്ള പോരാട്ടത്തിൽ തീർച്ചയായും ഒരു ഉത്തരം എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. യാത്രയിൽ നിന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് കിട്ടിയത് വലിയ ഒരു പ്രത്യാശ. ഇതിനു മുമ്പ് ഇന്ത്യ എന്നുള്ള ഈ സങ്കല്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ഇന്ത്യ ഇനി നിലനിൽക്കില്ലയോ എന്നുള്ള ഭീതി കാര്യമായി ഉണ്ടായിരുന്നിടത്ത് നിന്നും നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഇരുട്ടിൽ നിന്നും നമ്മൾ ഒരു ദിവസം പുറത്തേക്ക് വരും എന്നുള്ള ഒരു പ്രത്യാശ എനിക്ക് ലഭിച്ചു. സാധാരണ മനുഷ്യർ ഒരളവ് വരെയേ എല്ലാ ഭീകരവാദത്തെയും അംഗീകരിക്കൂ, എല്ലാവിധ വർഗീയതയും അംഗീകരിക്കൂ എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ഈ യാത്രയിൽ നിന്നും, ആ ഒരു പ്രത്യാശയാണ് എനിക്ക് ഈ യാത്രയിൽ നിന്നും ലഭിച്ചത്. ഇതിലും ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യ 46, 47, 48 കാലഘട്ടത്തിൽ കടന്നുപോയത്. അതിൽ നിന്ന് നമ്മൾ മോചനം നേടി ഇന്ത്യയായി തന്നെ തുടർന്നു. തീർച്ചയായും അന്നൊരു ഗാന്ധിജി ഉണ്ടായിരുന്നു, ഇന്നങ്ങനെ ഒരു ഗാന്ധിജിയില്ല. ആ വ്യക്തിത്വത്തിൻ്റെ അടുത്തെങ്ങും നിൽക്കുന്ന ആരും തന്നെ ഇല്ല. എന്നിരിക്കലും സാധാരണ മനുഷ്യൻ്റെ നന്മ, ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് ഹാന ആരൻഡ് പറയുന്നതിൻ്റെ മറിച്ച് സാധാരണ മനുഷ്യൻ്റെ ഒരു നന്മയും കൂടിയുണ്ട്. ആ നന്മ നമ്മളെ ഈ ഇന്ത്യയായി തന്നെ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ വർഗീയമായ ഒരു ഇന്ത്യ അല്ലാതെ വർഗീയവാദികളെ തൂത്തെറിയുന്ന ഇന്ത്യയെ നമുക്ക് നിലനിൽക്കാൻ കഴിയും എന്ന പ്രത്യാശയാണ് എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചത്.